ഹലോ ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. ഞാൻ നിങ്ങളുടെ സ്വന്തം കാന്താരി. എന്നെ എല്ലാവരും കാന്താരി എന്നാണ് വിളിക്കുന്നത് ഇവിടെ. അപ്പോൾ അത് നമ്മുടെ ഷാർജ ഇതാണ്, ഷാർജ ദുബായ് ബോർഡറാണ് ഞാൻ താമസിക്കുന്നത്. പറഞ്ഞില്ലേ കഴിഞ്ഞ പ്രാവശ്യം ഷാർജയിൽ. ആ ബിൽഡിങ്ങിലാണ്, ആ ബ്ലൂ ബിൽഡിംഗ് ഉണ്ട്, ടൈഗർ ബിൽഡിങ്ങിൻ്റെ അപ്പുറത്തുള്ള ബിൽഡിങ്ങിലാണ് ഞാൻ താമസിക്കുന്നത്. പിന്നെ ഇത് ദുബായ് സൈഡാണ്. ഞാൻ ദുബായിലപ്പം ഇങ്ങനെ ജോലിക്ക് പോവാണ്. ഇവിടെ ഒടുക്കത്തെ ചൂടാണ്, ചൂട് സഹിക്കാൻ പറ്റില്ല. പക്ഷേ എന്താ ചെയ്യണേ, ജീവിക്കണ്ടേ നമുക്ക്. അതുകൊണ്ട് ഈ ചൂടത്തും നടന്നാണ് ഞാനിങ്ങനെ പോകുന്നത്. കണ്ടോ റോഡ് കണ്ടോ, ബസ്സൊക്കെ കിട്ടും. ആ ബസ് നിർത്തിയേക്കട കണ്ടോ, അവിടെ നിന്ന് കയറിയാൽ എനിക്ക് അടുത്ത സ്റ്റോപ്പ് ഇറങ്ങണം. അടുത്ത സ്റ്റോപ്പ് ഇറങ്ങിയിട്ട് പിന്നെയും നടക്കണം. അത് കാരണം ഞാൻ ബസ്സിൽ കയറില്ല. ബസ്സിൽ കയറിയാൽ നമുക്ക് ഒന്നാമത്തെ നഷ്ടമാണ്, രണ്ടാമത് ബസ്സിൽ കയറിയാലും പിന്നെയും നടക്കണം. അതുകൊണ്ട് നമ്മൾ ബസ്സൊക്കെ കയറൽ ഒഴിവാക്കിയിട്ട് ഈ പെരുവെയിലത്തേക്കടെ നടന്നു പോവുകയാണ്. അയ്യോ, കുടയൊക്കെ ഉണ്ട്, കുട ചൂടിക്കൊണ്ടൊക്കെയാണ് പോകുന്നത്. പക്ഷെ കുടയൊക്കെ പറത്തിക്കൊണ്ട് പോകും. കുടയും പറത്തും നമ്മളെയും പറത്തിക്കൊണ്ട് പോകും. അതേപോലത്തെ കാറ്റും ചൂടുമാണ്. ഉണ്ടോ ബസ്സൊക്കെ വന്നാണ്ട്. അത് ദുബായിയാണ്. എനിക്ക് ജോലി ചെയ്യണമെങ്കിൽ നെസ്റ്റോൻ്റെ അപ്പുറം വരെ നടന്നു പോകണം. ഈ പാലം കണ്ടോ, ആ പാലം കടന്ന് അപ്പുറത്തെ ഷാർജ ദുബായ്. നമുക്ക് ഇവിടുന്ന് ബസ്സിൽ കയറിയ മെട്രോ സ്റ്റേഡിയം മെട്രോ വരെയൊക്കെ പോവാം. അവിടെ നിന്ന് പിന്നെ ബസ് പോകണം. ആ ബസ്സിൽ കയറിക്കഴിഞ്ഞാൽ എനിക്ക് ശരിക്കും ഞാൻ ജോലി ചെയ്യണ സ്ഥലത്തെ ബാക്കിലെത്താൻ പറ്റും. പക്ഷേ ഇതുവരെ എനിക്കത് അങ്ങനെ പോയിട്ടില്ല. അത് കാരണം എങ്ങനെയാണെന്നൊന്നും അറിയില്ല മക്കളെ. എന്താ ചെയ്യുക, ജീവിക്കണ്ടേ മക്കളെ, കുഞ്ഞുങ്ങളെ, പൈതങ്ങളെ. കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. പക്ഷെ ആ വീഡിയോ കുറച്ച് അതിലൊക്കെ എന്തൊക്കെയോ അപാകതകൾ വന്നതുകൊണ്ട് ആ വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു. ഞാൻ ഈ വീഡിയോ ഇടാൻ തന്നെ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കുവൈറ്റിലുള്ള കുറേ ആൾക്കാരുടെയൊക്കെ തെറ്റിദ്ധാരണകളുണ്ട്. എല്ലാ പെണ്ണുങ്ങളും ഇവിടെ വന്ന് ജോലി ചെയ്യുന്നത് വേറെ രീതിയിലുള്ളതാണ്. അപ്പോൾ അതൊക്കെ അവരും കൂടി ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും മറ്റുള്ളവരുടെ കൂട്ടത്തിൽ കൂട്ടരുത്. നമ്മളൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് തന്നെയാണ് ഇവിടെ ജോലിക്ക് പോണതും ജോലി ചെയ്യണതും. ഇത്രയും വെയിലത്തേക്കടെ നമ്മൾ നടന്ന് ഒരു സ്ഥലത്ത് ജോലിക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് പറയുന്നവരെല്ലാം ഒന്ന് ചിന്തിക്കുക. സത്യം പറഞ്ഞാൽ ഇതിൽ വണ്ടിയിൽ ടാക്സിയിലും ഒക്കെ ഇരുന്ന് പോകുന്നവർക്ക് തന്നെ ചൂട് സഹിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇത്രയും ചൂടത്തേക്കടെ നടന്നു പോകുമ്പോൾ എന്തോരം ബുദ്ധിമുട്ടുണ്ടെന്ന് എല്ലാവരും ഒന്ന് മനസ്സിലാക്കണം. എന്നാൽ അത് സഹാറ സെൻറ്റർ കേട്ടോ, ഷാർജയിലെ സഹാറ സെൻറ്ററാണത്. സഹാറ സെൻറ്ററിൻ്റെ അകത്ത് കയറി അടിപൊളിയാണ്. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഞാൻ അപ്പുറത്തേക്ക് കാണും. നെസ്റ്റോ ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ കണ്ടോ നെസ്റ്റോ, പക്ഷേ ക്ലിയറായിട്ട് കാണാൻ പറ്റില്ല. എനിക്കിപ്പോൾ അപ്പുറത്തേക്ക് കടക്കണം. അത് കാരണം നെസ്റ്റോൻ്റെ ഒരു വീഡിയോ പിന്നീടാം. അപ്പോൾ
തൽക്കാലം ഞാൻ നിർത്തുകയാണ്. ഓക്കെ.